Welcome to another Saturday vlog. Welcome back to another Saturday vlog. So ഞങ്ങൾ ത്രെഡ് ചെയ്തിട്ട് വന്നിട്ട് ഞങ്ങൾ സിനിമയ്ക്ക് പോകാൻ പോവാം. So the next time you see us, we'll be prettier. Okay, see you in some time. And we are back with shaved eyebrows. Yeah. Actually, ഞാൻ വീട്ടിൽ നിന്ന് പരമാവധി പുറത്തിറങ്ങുന്നത് കാരണം കുറെ നാളായി ഇപ്പൊ ത്രെഡ് ചെയ്തിട്ട്. ചേട്ടന്റെ കല്യാണത്തിന് ആസ് ഇൻ ഒക്ടോബറിലാണ് ത്രെഡ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ത്രെഡ് ചെയ്യുന്നത്. ഐ എം ഓവർ ഷെയറിങ്. ഓക്കെ, സോ ഞങ്ങള് രേഖാചിത്രം കാണാൻ പോവാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും രേഖാചിത്രം ഇറങ്ങി എത്ര കാലമായി, എന്നിട്ട് ഇപ്പോഴാണോ രേഖാചിത്രം കാണാൻ പോകുന്നതെന്ന്. അധികം കാലൊന്നായില്ലേ? നമ്മൾ കാണാൻ പോയെന്നല്ലേ. അപ്പോഴാണ് രേഖാചിത്രം ഇറങ്ങിയത്. അത് കുറച്ച് കഴിഞ്ഞ വ്ളോഗ് ഇട്ടത് അന്നാണ് രേഖാചിത്രം ഇറങ്ങിയത്. സോ നമുക്കത് വേണ്ടി ഇപ്പോഴാണ് പോകാൻ പറ്റുന്നത്. ആൻഡ് ഇപ്പോൾ വേറെ കുറച്ച് നല്ല സിനിമ ഇറങ്ങിയിട്ടുണ്ട്. മീൻസ് പ്രാവിൻകൂട് ഇറങ്ങിയിട്ടുണ്ട്, ഡൊമിനിക് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഉള്ള ബഞ്ചിൽ നല്ലതാണല്ലോ നമ്മൾ കണ്ടത്. രേഖാചിത്രമാണെന്നാണല്ലോ ഒരു പബ്ലിക് ഒപ്പീനിയൻ. അപ്പം ഞങ്ങൾ കാണാൻ പോവാണ്. ട്രെയിലർ കണ്ടിട്ടില്ല രേഖാചിത്രത്തിൻ്റെ. പക്ഷേ ഞാൻ അറിയാതെ കുറച്ച് ഇൻ്റർവ്യൂ ഇങ്ങനെ ട്രോളിലൂടെ കണ്ടുപോയി. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ അനശ്വരയും ഞാൻ കേട്ടിട്ടില്ല മിണ്ടാതിരി, എനിക്കറിഞ്ഞൂടല്ല. വേണ്ട ഓക്കെ ബൈ. ഓക്കെ, സോ അപ്പം എനിക്ക് മനസ്സിലായത് ഒരുപാടൊന്നും എനിക്ക് ആക്ച്വലി മനസ്സിലായിട്ടില്ല. പക്ഷെ ആസിഫിയും അനശ്വരയും ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല എന്ന് അവർ പറയുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല ആസിൻ അനശ്വര മരിച്ചിട്ട് അതിൻ്റെ കൊലപാതകം അന്വേഷിക്കുന്ന ഓഫീസറായിട്ടായിരിക്കും ആസിഫിൽ വരുന്നത്. പിന്നെ റീസെൻറ്റ് ടൈംസിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ജോണറേ ഓഫ് മൂവീസ് ആണ് Asif Ali as police. Asif Ali as police is a pretty good genre. Like he has done some good work. And last year, everything that Asif done has been like really good. So obviously looking forward. പിന്നെ ഞാൻ വേറൊരു ഇൻ്റർവ്യൂവിൽ അനശ്വര പറയുന്ന പോലെ കേട്ടായിരുന്നു ഇതുപോലത്തെ സിനിമ അധികം വന്നിട്ടില്ല, അതുപോലെ എന്തോ ഒരു സംഭവം പറഞ്ഞിട്ടു. ആൻഡ് പോസ്റ്റേഴ്സ് ഇറങ്ങിയിരിക്കുന്നതിനകത്ത് ഇറ്റ്സ് ലൈക്ക് അനശ്വരയും ആസിഫ് അലിയും കൂടെ ഒരുമിച്ച് നിൽക്കുന്ന പോലത്തെ ഒരു പോസ്റ്റർ ഉണ്ട്, ഞാൻ തോളത്ത് കൈവച്ചിട്ട്. പക്ഷെ അതിനകത്ത് അനശ്വര ഇസ് ഷോൺ ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആൻഡ് ആസിഫ് അലി ഇൻ കളർ. സോ ബേസിക്കലി അങ്ങനെ ഒരു ഭയങ്കര ടൈം വ്യത്യാസത്തിലുള്ളൊരു അന്വേഷണമാണെന്ന് തോന്നുന്നു. സോ ദിസ് ഇസ് സംതിങ് ഐ ഓൾറെഡി നോ അബൌട്ട് ദ മൂവി. ഇനിയിപ്പോൾ സിനിമ കണ്ടിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയാം. അഭിപ്രായം എന്നല്ല, ലൈക്ക് വാട്ട് വി തോട്ട് എന്ന് പറയാം. ഞാൻ അച്ഛനമ്മ നന്ദയും കൂടി ഇപ്പം 10 മിനിറ്റ് സിനിമ കാണാൻ പോവാണ്. സിനിമ കണ്ടു കഴിഞ്ഞ് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് വരുന്നത്. അതേ ഉള്ളൂ. ദാറ്റ്സ് ടുഡേസ് വ്ളോഗ്. ടുഡേസ് വ്ളോഗ് ഇസ് ജസ്റ്റ് us going to watch a movie and having food after. Okay, bye. Where are we going? Here, madam. Cinema ആണ്. Wow, what a nice vlog personality. ഒരു സെക്കൻഡ് എന്താ കണ്ണട എടുത്തിട്ടില്ല. ആക്ച്വലി ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ഏരിയ ആണ് കേട്ടോ. ഈ ഏരിയയിൽ ഇത്രയും കാലമായിട്ട് ലിറ്ററലി ഒന്നും ഉണ്ടായില്ല. പെട്ടെന്ന് പടപടപടാന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ബർഗർ ലോഞ്ചും ഇവിടെ ഒരു ഡോമിനോസും ഒക്കെ വന്നു. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി ഫസ്റ്റ് ടൈമാണ് ഈ ഡോമിനോസിൽ വരുന്നത്. ഞങ്ങൾ ഇവിടെ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. ലൈക്ക് പടപടാന്ന് വന്നാന്ന് ഞാൻ പറഞ്ഞ ഈ ഏരിയയിൽ ഇവിടെ ഒന്നും ഉണ്ടായില്ല. ഞങ്ങൾക്ക് സോ ഞങ്ങൾ ഇപ്പൊ ഇവിടെ എല്ലാവരും വന്നു. നേരത്തെ ഇവിടെ ലിറ്ററലി ഒന്നും ഉണ്ടായില്ല. സോ ഞങ്ങള് ഡോമിനോസില് കഴിക്കാൻ വന്നേക്കാണ്. ഓക്കെ, കമോൺ.
ഓക്കെ, അപ്പം ഞാൻ ഓർഡർ ചെയ്തിട്ട് വരാം. അമ്മച്ചിന് ഇച്ചിരി വൈഡായിട്ടാണ് കേട്ടോ കാണുന്നത്. ഐ എം സോറി. ശരി, അത് കടിച്ചു വെച്ചേക്കാം. ഓക്കെ ഓക്കെ. ഹായ്. അപ്പം ഞങ്ങൾ രേഖാചിത്രം കണ്ടിറങ്ങി. ഞങ്ങൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ് ഇവിടെ ഡോമിനോസിലെ. നല്ല സിനിമയായിരുന്നു. ഞങ്ങൾ ഇത്രയും നേരം തിയേറ്ററിൽ കയറിയപ്പോൾ തൊട്ട് ഞങ്ങൾ ഇവിടെ എത്തിയത് ഞങ്ങളിരുന്ന് സിനിമയെ കുറിച്ച് സംസാരിക്കായിരുന്നു. പക്ഷേ ഇച്ചിരി സ്പോയിലർ ആയത് കാരണം നമ്മൾ ഒരു സ്പോയിലർ റിലേറ്റഡ് സാധനം ഇട്ടിട്ട് കാണിക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ഈ സിനിമയില് ആ പെണ്ണിനെ കാണിച്ചില്ലേ, ഈ നമ്മുടെ ഇവൻ ഈ അത് വരുന്നതാണ് മനോജ് കെ ജയൻ ഇങ്ങനെ നെറ്റി തടവി കൊടുക്കുന്ന ഒരു സീനില്ലേ? അല്ല അതെ. അപ്പൊ എന്റെ മനസ്സിൽ തോന്നി ഇവളാണ് ഇതിലാ വില്ലെത്തിയത്. മനസ്സിൽ തോന്നി അത്ര. സാധാരണ എപ്പോഴും സിനിമ എന്തെങ്കിലും കാണുന്ന സമയത്ത് അച്ഛൻ ആ സിനിമ നടന്നുകൊണ്ടിരിക്കുമ്പോ സിനിമ എപ്പോഴും കഴിയുമ്പോ പറയും ഇത് ഞാൻ ഓർത്താ അത് ഞാൻ ഓർത്താന്ന് പറയും. അത് കാരണം ഇപ്പൊ ഞങ്ങള് വീട്ടിൽ സിനിമ കാണുമ്പോ എന്തെങ്കിലും ഓർക്കുന്ന പോലെ എന്തെങ്കിലും ഉണ്ടായാ പോസ് ഇടും. എന്നിട്ട് ഞങ്ങൾ പറയും, ഞങ്ങൾ എല്ലാരും പറയും ഓരോരുത്തർക്കും ഓർക്കുന്നത് എന്താന്ന് പറയാ. ഇപ്പൊ പറഞ്ഞു സിനിമ കഴിഞ്ഞിട്ട് ഞാൻ ഇത് ഓർത്ത് പറയും. കാരണം എനിക്കറിയായിരുന്നു അവരെ കൊല്ലാൻ എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞത് മാത്രം. സിനിമ കഴിഞ്ഞിട്ട് പറഞ്ഞത് പറഞ്ഞല്ല. തിയേറ്ററിൽ നിന്ന് ഞങ്ങള് സിനിമ തീർന്ന് അവര് ലൈറ്റ് ഇട്ട പച്ച പറഞ്ഞത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്റെ മനസാക്ഷി പറഞ്ഞാടാ ബലിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ. ഫിലിമായിരുന്നു. ഒരു മിനിറ്റ്, ആ പടത്തിന്റെ പേരെന്താണ്? രേഖാചിത്രം. രേഖാചിത്രം നല്ല ഫിലിമായിരുന്നു. നല്ല ഒരു ബോറടിപ്പിച്ചില്ല ഫിലിം നമ്മളെ. കാരണം കഥ ആ രീതിക്ക് ഇങ്ങനെ ഒരു ഒഴുക്ക് പോലെ പോകുന്നുണ്ടായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. നല്ല ഫിലിമായിരുന്നു. ആക്ച്വലി ഒരു സ്ഥലം കഴിഞ്ഞാൽ അടുത്ത സ്ഥലം ഞാൻ നല്ല ആക്ച്വലി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇടയ്ക്ക് വെച്ച് ആ പള്ളിയിൽ പൈസ പോയി എന്നുള്ള സീൻ വന്നില്ലേ, അപ്പോഴത്തേക്കും ഞങ്ങളിരുന്ന് പറയായിരുന്നു ഓ ഈശ്വര ഇത് ചുമ്മാ ഒരു മോഷ്ടിച്ചതായിരുന്നു. റോബറി ഗോഡ് ബാഡ് ആണ്. അത്രേ ഉള്ളൂ. മീൻസ് അത് കഴിഞ്ഞാൽ ഇനി ഇതിലൊരു അന്ധസത്യം ഒന്നുമില്ലേ എന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നപ്പോഴാണ് ആദ്യമേ തന്നെ മനസ്സിലായല്ല അവളെ കൊന്നപ്പ നമുക്ക് മനസ്സിലായല്ല. അവളെ എങ്ങനെയോ പൈസ അവരുടെ കയ്യിൽ ഒരുപാട് പൈസ വന്നിട്ടാണ്. അതും അവളും മരിക്കുന്നതിന് മുമ്പാണ് അവളെ കുഴിച്ചിട്ടേന്ന് വളരെ ക്ലിയർ ആയിട്ട് ഇതിൽ പറയുന്നുണ്ട്. അവളെ കൊല്ലണം എന്നുള്ളതൊരു ഇതായിരുന്നു. അല്ലാണ്ട് അവള് ജീവിച്ചു പോയിരുന്നെങ്കിൽ ജീവിച്ചു പോയത്. ഒരു സംഭവം എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടു. ആ പെണ്ണ് മീൻസ് പുഷ്പം ഇഷ്ടപ്പെട്ടു. ആ ഒരു അവരുടെ കാൽക്കുലേഷൻ വെരി നൈസ് ആയിരുന്നു. അതെ, വേണമെങ്കിൽ അത് സംവിധായകന് വേണമെങ്കിൽ അതിനെ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാമായിരുന്നല്ല, അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാമായിരുന്നു. പക്ഷെ അവള് തന്നെ അത് ചെയ്യുന്ന രീതി ആ സീനും ഭയങ്കര നന്നായിട്ട് എടുത്തേക്കുന്നത്. അവർ രണ്ടുപേരും കൊല്ലുന്ന സീനും നന്നായിരുന്നു. വീഡിയോ കാണാം. പിന്നെ എനിക്ക് ആക്ച്വലി സിനിമയിലെ 2 ഡയലോഗ് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാൻ പറയാം ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഡയലോഗ് ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം അങ്ങനെ 2 ഡയലോഗ് ഉണ്ടായി. ആദ്യം മിനി എന്ന് പറഞ്ഞൊരു പെണ്ണാണ് മരിച്ചതെന്ന് വിചാരിക്കുമല്ലോ, അത് കഴിഞ്ഞിട്ട് ഇത് ഒരു ഇതാണ്. പക്ഷെ കാത്തിരിപ്പ് ദുഃഖകരമാണെങ്കിലും മരണം എന്ന് പറയുമ്പോൾ അത് കംപ്ലീറ്റ് ആയി എന്നുള്ളത്. അതെ, മരണം ഒരു ഇൻഷുറൻസ് ആണ്. പക്ഷെ കാത്തിരിപ്പാണ് ബുദ്ധിമുട്ട്. കാത്തിരിപ്പാണ് പ്രശ്നം. ആ ഡയലോഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇന്ദ്രൻസ് പറയുന്നൊരു ഡയലോഗ് ഉണ്ട്. ഇന്ദ്രൻസ് മറ്റേ രേഖയുടെ ക്യാരക്ടർ ഞാനായിരുന്നു ഓക്കെ. ഇന്ദ്രൻസ് രേഖയുടെ ക്യാരക്ടർ എടുത്ത് അനശ്വരയുടെ ക്യാരക്ടർ എടുത്ത് അതായത് ചന്ദ്രബോസ് രേഖയുടെ അടുത്ത് പറയുന്നൊരു ക്യാരക്ടർ ഉണ്ട്. ഓരോ സിനിമ ഓരോ ആൾക്കാർക്ക് ഓരോന്നാണ് തരിക. നിനക്ക് ഈ സിനിമ എന്താ തരിക എന്ന് മീൻസ് നിനക്ക് ഈ സിനിമ ഇതാ തരുന്നത് അതുപോലത്തെ ഒരു ഇത് പറയും. മീൻസ് സിനിമ ഓരോരുത്തർക്ക് ഓരോരുത്തർ ചെയ്യാം. ഓർക്കുന്ന ഒരു ഇതാണ് ഏത് റോളാണെങ്കിലും
അതൊരു ഹിസ്റ്ററിയുടെ അതെ ഭാഗമാണ്. അതൊരു അതെ അത് Yeah, ഓർമ്മ തരുമെന്നുള്ളതാണ്. ഹിസ്റ്ററി അല്ല. ബേസിക്കലി ഈ ഒരു സിനിമയിൽ പുള്ളിക്കാരത്തി അഭിനയിച്ചതുകൊണ്ടാണല്ലോ പുള്ളിക്കാരിക്ക് ഇത്ര വലിയ സംഭവം നടന്നിട്ടും അല്ല മരിച്ചു പോയത് മരിച്ചിട്ടും കണ്ടുപിടിക്കാൻ പറ്റിയത്. മരിച്ചാലും മരിച്ചില്ലെങ്കിലും അത് അതൊരു ഒരു ചരിത്രത്തിന്റെ ഭാഗമായത് തന്നെയാണ് ഒരു സിനിമയുടെ ഭാഗമായത്. ആൻഡ് മമ്മൂട്ടിയുടെ AI ചെയ്തേക്കുന്നത് പെർഫെക്റ്റ്, സോ ഗുഡ്. അതെന്തൊരു അടിപൊളിയായിട്ടാണ് ആ ചെയ്തേക്കുന്നത് പ്രായത്തിലാ. ആ പ്രായത്തില്. അതുകൊണ്ടല്ലേ ഞാൻ വിചാരിച്ചു ആദ്യത്തെ ഒരു സീൻ കാണിക്കില്ലേ, ഏത് നമ്മുടെ ആ മറ്റേ ഒരു TG രവിയോ ആ പുള്ളിയുടെ മോനിരിക്കുന്ന സീനില്ലേ, മോനിരിക്കുന്ന സീൻ ഉണ്ടല്ലോ. അപ്പൊ ആദ്യം മമ്മൂട്ടിന്റെ കാലിന് മുകളിൽ കാല് കയറ്റി വെച്ചേക്കണം, അതിന്റെ കാല് മാത്രം നമ്മളെ കാണിക്കും. എന്നിട്ട് പുള്ളി കാലിനെ ആട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സീൻ കാണിക്കും. അപ്പൊ നമുക്ക് മമ്മൂട്ടി അങ്ങനെയാണ് മാനേഴ്സ് എന്ന് അറിയുന്നത്. അപ്പൊ ഞാൻ വിചാരിക്കും മമ്മൂട്ടിനെ അവർക്ക് കാണിക്കാൻ പറ്റാത്ത അറിഞ്ഞ് ഇവർ ആ ഒരു ഭാഗം കാണിച്ചത് അങ്ങ് ഒഴിവാക്കിയെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒരു കുറെ നേരം ഇങ്ങനെ ഇന്റർവെല് കഴിഞ്ഞിട്ടാണ് പിന്നെ ശരിക്കും മമ്മൂട്ടിയുടെ മുഖം കാണിക്കുന്നത്. അപ്പോഴേക്കും എനിക്ക് പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നന്നായിട്ട് ആ AI സംഭവം ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഭയങ്കര നന്നായി. ഇതിപ്പോൾ ഞാൻ വേറൊരു കാര്യം ഒരു ജനറൽ നോട്ടീസിലോട്ട് പറയാം കേട്ടോ. ഇതിപ്പോൾ എൻ്റെ അമ്മയോ അച്ഛനോ ആ ഒരു പ്രായത്തിലുള്ള പോലത്തെ ഒരു സംഭവമാണ് ഉണ്ടാക്കി എടുക്കേണ്ടതെങ്കിൽ അത്ര ഈസിലി ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം ഇവരുടെ ആകെപ്പാട് ഒരു 5-6 ഫോട്ടോസ് ഉണ്ടാവുള്ളൂ. അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാൻ അത്ര ഈസി അല്ല. പക്ഷെ മമ്മൂട്ടിയുടെ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ സിനിമകളും ബേസിക്കലി AI ട്രെയിൻ ചെയ്യാനുള്ള മെറ്റീരിയൽ ഇവർക്ക് അത്രയേ അവൈലബിൾ ആണ്. അത് കാരണം മമ്മൂട്ടിനെ അവർക്ക് അത്ര ഷാർപ്പായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. സൂപ്പർ ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. റിയലി നൈസ്. അയ്യോ ഷോപ്പ് ചെയ്തേ അല്ല. അപ്പോൾ നമ്മളിത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോവാണ്. എന്നിട്ട് നമ്മൾ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാൻ പോവാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് വ്ളോഗ്. അച്ഛാ ക്ലോസ് ചെയ്തേ, ഇങ്ങനെ ക്ലോസ് ചെയ്യാൻ ഓക്കെ